കാഞ്ചിയാറ് വഴി കടന്നു പോകുന്ന കട്ടപ്പന കുട്ടിക്കാനം ദേശീയപാതയുടെ വർക്ക് നടക്കുന്നുണ്ട് അവിടെ. ഇത്ര വെയിലടിച്ചിട്ടും ഈ ചെടിക്ക് ഒരു കോട്ടമല്ല കേട്ടോ, അതിപ്പോഴും നല്ല പച്ചപ്പിൽ തന്നെ നിൽക്കുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കല്യാണത്തണ്ട് മലനിരകളുടെ മുകളിലേക്ക് വന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ പറയത്തക്ക കാഴ്ചകളൊന്നുമില്ല. വറ്റി വരണ്ട ജലാശയം എന്നൊക്കെ പറഞ്ഞ പോലെ ഇടുക്കി ജലാശയവും ഉണങ്ങിക്കരിഞ്ഞ പുൽമേടുകളും ഒക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. എങ്കിലും ഇതിനും ഒരു എന്താ പറയുക, ഒരു പ്രത്യേക കാഴ്ചയാണ് ഈ കാഴ്ചകളും. നമ്മളെപ്പോഴും പച്ചപ്പുള്ള കാഴ്ചയല്ലേ കാണുന്നത്, വരണ്ടുണങ്ങിയ പ്രദേശങ്ങളും കാണണമല്ലോ. അപ്പം നമുക്കിന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. കല്യാണത്തണ്ട് മലനിരകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടാണ്. ശരിക്കും നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നോടെ സ്ഥലമല്ല. പണ്ട് രാമനും സീതയൊക്കെ ലക്ഷ്മണനൊക്കെ ഈ വഴി വന്ന സമയത്ത് ഇവിടുത്തെ ആദിവാസികളായിട്ടുള്ള ആൾക്കാരുടെ കല്യാണമൊക്കെ അവർ ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ വെച്ച് നടത്തി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് കല്യാണത്തണ്ട് എന്നുള്ള പേര് ഇവിടെ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തർ പറഞ്ഞു കേട്ടുള്ള അറിവുകളാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ ഒരുപാട് കാഴ്ചകൾ കാണാം. ഇടുക്കി ജലാശയം കണ്ടോ, വറ്റി വരണ്ട് കിടക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെള്ളം ഒരുപാട് കുറഞ്ഞു. വേനൽ അതുപോലെ കടുത്തുപോയി ഈ പ്രാവശ്യം. അതോടുകൂടി താഴോട്ട് നോക്കിയാൽ നമുക്ക് കാഞ്ചിയാറിൻ്റെ കക്കാട്ടുകടയുടെ പൊന്നിക്കവലയുടെ ഒക്കെ കാഴ്ചകളാണ് കാണുന്നത്. റോഡ് പണി നടക്കുന്നത് കാണാം. ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ നരിയമ്പാറ പള്ളി അവിടെ കാണാം. ചെറുത്താമല, നമ്മുടെ നരിയമ്പാറ, മുഖത്ത് നരിയമ്പാറയുള്ള ശബരിഗിരി അമ്പലത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ കാണാം. അങ്ങനെ ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ച നമുക്ക് കാണാവേ. ഉണ്ടോ, സഞ്ചാരികളും കാഴ്ചക്കാരും ഒക്കെ മെല്ലെ മെല്ലെ വരുന്നുണ്ട്. ഇന്ന് ഇച്ചിരി വെയിലൊക്കെ കുറവുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം കേട്ടോ. അമ്പലത്തിൻ്റെ ആ ഭാഗത്തൊന്നും അപ്പുറത്തെ സൈഡിൽ കട്ടപ്പന ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കുറേ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഏതായാലും ഇച്ചിരി വെയിലൊക്കെ കുറവുണ്ട്. ഒരു നല്ല തെളിഞ്ഞ കാലാവസ്ഥയും ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടേ. അമ്പലത്തിൻ്റെ ഒരു ചെമ്പകത്തറയൊക്കെയാണത്. പിന്നെ ഒരു ദേവസ്വം ഓഫീസൊക്കെ ഇവിടെ നമുക്ക് കാണാം. അമ്പലത്തിലേക്കുള്ള വഴി മുകളിലേക്കാണ് കേട്ടോ. സർക്കസ് കമ്പനിക്കാർ അവരുടെ വാഹനമൊക്കെ ആയിട്ട് വന്ന് നടക്കുന്നു. കട്ടപ്പന ഇപ്പോൾ സർക്കസൊക്കെ നടക്കുന്നുണ്ട്, ഗ്രേറ്റ് ഇന്ത്യൻ സർക്കസ്. അതുപോലെ തന്നെ കട്ടപ്പന ഫെസ്റ്റും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് വൃക്ഷത്തൈകളൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെ ഈ എന്താ പറയുക, പഞ്ചാരച്ചാമ്പ എന്നൊക്കെ പറയും, ആ ഇനത്തിൽപ്പെട്ട ചെടികളാണ് കേട്ടോ. അതുപോലത്തെ കുറച്ചെണ്ണം ഇവിടെ ഉണ്ട്. ഇത് നല്ല മധുരമുള്ള ചാമ്പയ്ക്കൊക്കെ ഉണ്ടാവേ, പക്ഷേ ഇതിലൊന്നും കാണുന്നില്ല. അതിനിടയ്ക്ക് ഇവിടെ ഒരു ആലുണ്ട്. ഇതുണ്ട്, ഒരു ആൽമരം നിൽക്കുന്നത്. ഇതൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ വന്ന് കാറ്റും കൊണ്ടൊക്കെ വേനൽക്കാലത്തൊക്കെ ഇരിക്കാൻ പറ്റും. നല്ല ഭംഗിയുള്ളൊരു കാലാവസ്ഥയായിരിക്കും അന്നേരം. തണലും തണുത്ത കാറ്റും. ഈ അമ്പലത്തിൻ്റെ പണികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളേ. ഇത് കുറേ കാലമായിട്ടിങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന അമ്പലമാണ്. കുറേശ്ശെ ആയിട്ട് ഇതിൻ്റെ പണി തീർന്നു കഴിഞ്ഞാൽ ഈ അടുത്ത പ്രദേശത്ത് വെച്ച് കാണാൻ ഭംഗിയുള്ള മനോഹരമായൊരു അമ്പലമായിരിക്കും. പക്ഷേ ഇത് പെട്ടെന്ന് തീരുന്നൊരു വർക്കല്ല. അതുകൊണ്ടാണ് ഒരു സോളാർ ലൈറ്റൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നുണ്ടോ. ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള വഴി ബ്ലോക്ക് പോലെയായി. ഇവിടെ ഇതാ ഒരു പേരമരം കണ്ടു. പേരമരം എന്ന് പറയാനല്ല, ചെറിയൊരു പേര. അതേലും നിറച്ച് പേരയ്ക്ക ഉണ്ട് കേട്ടോ. പക്ഷെ മൂത്ത പേരയ്ക്കൊന്നുമില്ല, പിഞ്ച് പേരയ്ക്കാണേ. അതുപോലെ ഇവിടെ ഒരു ഞാവൽ മരവും കാണാം നമുക്ക്. ഒരു ഞാവലായത്. ഇതൊക്കെ വലുതായി വന്നു കഴിഞ്ഞാൽ ഞാവലിൻ്റെ പഴമൊക്കെ തിന്നാൻ കൊള്ളാം, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ അഞ്ചുരുളി ഇടുക്കി ജലാശയമൊക്കെ ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ചെടി കണ്ടോ, ഏത് മലമ്പ്രദേശത്തും ഇത് ഉണ്ടാവും കേട്ടോ. ഇവിടെ പാറ ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥലമാണ്. വലിയൊരു പാറക്കെട്ടാണ് സംഭവം മൊത്തത്തിൽ. ഇത് അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഭാഗമാണ് ഇതും. ഇതെവിടെ നല്ലൊരു ചെമ്പകം വെച്ചിരിക്കുന്നുണ്ടോ, നല്ല ചുവന്ന പൂക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്.
അതുപോലെ ഇവിടെ തണൽ പിടിച്ച് നിൽക്കുന്ന മറ്റൊരു വൃക്ഷം കണ്ടോ, അതിൽ ഒരുതരം കറുത്ത പഴങ്ങളൊക്കെ കാണാം. അത് കഴിക്കാനൊന്നും കൊള്ളത്തില്ല, ഇനി കൊള്ളാമെന്ന് എനിക്കറിയത്തില്ല. കിളികളൊക്കെ വന്ന് ഭക്ഷിക്കുന്നവ കാണാം. ഇത് കണ്ടോ, പാറ കണ്ടോ, എത്ര നെടുനീളമായിട്ടാണ് ഇത് കിടക്കുന്നതെന്ന് നോക്കി. അതിൻ്റെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ അമ്പലം നമുക്ക് താഴെ നിന്ന് നോക്കിയാൽ എവിടുന്ന് നോക്കിയാലും നല്ല രീതിയിൽ കാണാൻ പറ്റുമേ. ഇവിടെ നിന്നുള്ള താഴ്വാര കാഴ്ചകളുണ്ടോ, എത്ര മനോഹരമാണെന്ന് നോക്കി. കുട്ടിക്കാനം കട്ടപ്പന റോഡ്, അതിൻ്റെ താഴ്വാരത്തിൽ ഒരുപാട് വീടുകൾ, പിന്നെ ആ കാട് പോലെ കാണുന്നതെല്ലാം കൃഷിയിടങ്ങളാണ് കേട്ടോ. പണ്ടാറ പറഞ്ഞ പോലെ കസ്തൂരിരംഗനോ ആരോ പ്ലെയിനിലോ ഹെലികോപ്റ്ററിലോ വന്ന് നോക്കിയപ്പം ഇടുക്കി മൊത്തം കണ്ടിട്ട് അവർ പറഞ്ഞു ഫോറസ്റ്റാണ്. പക്ഷേ അതിങ്ങനെ കാണുമ്പോഴാണ് അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായത്. ഇവരിങ്ങനെ നോക്കിക്കഴിയുമ്പം വീടുകളുടെ എണ്ണമൊക്കെ വളരെ കുറവായിട്ടാണ് കാണുന്നത്, കൂടുതലും വനമായിട്ടാണ് കാണുന്നത് അല്ലേ. നമ്മളിപ്പോൾ കാണുമ്പോഴും അങ്ങനെയല്ലേ കാണുന്നത്. അപ്പം അങ്ങനെ അവരെങ്ങാണ്ട് എഴുതി വെച്ചു ഇത് മുഴുവൻ വനമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. നമുക്കറിയില്ല കേട്ടോ. പക്ഷെ എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അങ്ങനെയല്ലേ കാണുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഇടുക്കി ജലാശയം വളരെ എത്ര മനോഹരമായിട്ട് കാണാല്ലേ. ഈ കല്ലൊക്കെ കണ്ടോ, ഇതൊന്നും ഇന്നോ ഇന്നലെയോ വർഷങ്ങൾക്ക് മുമ്പോ കീറിയിട്ടല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സംഭവിച്ച കാര്യമെന്ന് തോന്നുന്നു. ഇതേപോലുള്ള ഓരോ പീസുകളൊക്കെ നമുക്കറിഞ്ഞതിൽ എടുക്കാൻ പറ്റുമോ? അന്നത്തെ മനുഷ്യന്മാരുടെയൊക്കെ ഒരു ഊരൊന്നും ആലോചിച്ച് നോക്കി. ഈ പാറയൊക്കെ അവർ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകുമായിരുന്നാണ് പറഞ്ഞത്. അപ്പം അവർക്ക് രോഗമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്നത്തെ പോലത്തെ ഭക്ഷണ രീതി ആയിരുന്നില്ല അന്നത്തെ ഭക്ഷണ രീതി. അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കാണും. ഈ പാറക്കെട്ടിൻ്റെ ഒരു സൗന്ദര്യം കണ്ടോ, പ്രകൃതി പെയിന്റ് അടിച്ച പാറക്കെട്ടുകളല്ലേ. ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റില്ല. അതാണ് പ്രകൃതിയുടെ വികൃതി എന്ന് പറയുന്നത്. ഈ പാറ ഇങ്ങനെയുണ്ടല്ലോ, ഒരു ഓളമായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇതൊരു തട്ട്, അതൊരു തട്ട്, അതിൻ്റെ താഴെ ഒരു തട്ട്, അതിൻ്റെ താഴെ ഒരു തട്ട്, അങ്ങനെ 3-4 തട്ടുകളാണ് ഇവിടെ പാറ. അത് എന്താ പറയുക, ഭൂമിയുടെ ഈ കറക്കത്തിനനുസരിച്ചും പ്രകൃതിയുടെ ഇതിനനുസരിച്ചും ഒക്കെ പാറ തനിയെ പൊട്ടി മാറിയതോ പഴയ കാലത്തുള്ള ആൾക്കാർ പൊട്ടിച്ചതോ അവരുടെ ആവശ്യത്തിന് പൊട്ടിച്ചതോ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് ഇനി അങ്ങേ സൈഡിലേക്കുള്ള കാഴ്ചകളിലേക്ക് പോയി നോക്കാം. അമ്പലത്തിലെ നാഗത്തറയാണ് കേട്ടോ. ഇവിടെയും മനോഹരമായൊരു ചെമ്പകം ഇങ്ങനെ പൂത്തു വയ്ക്കുന്നതാണ്, പൂക്കളൊക്കെ ആയിട്ട് കണ്ടോ, ചുവന്ന ചെമ്പക പൂക്കൾ. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഒരിക്കൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതൊന്നും പൂത്തിട്ടില്ലായിരുന്നു, പൂവില്ലാതെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം മനോഹരമായി പൂത്തു തുടങ്ങിയിരിക്കുന്നു. ഈ അമ്പലത്തിൽ വരുന്ന ആൾക്കാരൊക്കെ ഇവരൊക്കെയാണ് ഇത് ഇവിടെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. ഈ പാറ ഇങ്ങനെ കീറി വെച്ചിരിക്കുന്നത് പണ്ടത്തെ ആരോ ഇരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നു. പഴയ കാലത്തുള്ള ആൾക്കാരോ ഈ പാറ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് കീടം പോലെയൊക്കെ കണ്ടോ. അതാണ് ഈ മേഖല മൊത്തത്തിൽ പാറയാണ്. ഈ പാറ കൂടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കട്ടപ്പന ടൗണിൻ്റെ ഒക്കെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ വന്നപ്പോൾ ചെറിയ രീതിയിൽ കാറ്റ് വീശാൻ തുടങ്ങി കേട്ടോ. ഈ കാറ്റിങ്ങനെ വീശുന്നതോട് ഞാൻ പറയുന്നത് എത്രത്തോളം കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പൂർവികരൊക്കെ ആദ്യകാലത്ത് ഇവിടെ വന്ന സമയത്ത് ഏതാണ്ട് ഒരു 1950 കാലഘട്ടങ്ങളിലൊക്കെ ആയിരിക്കും അവരിവിടെ വന്നിട്ടുണ്ടാവുക. ഒരുപാട് യാതനകളൊക്കെ അവർ അനുഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അന്ന് ഈ കാണുന്ന പ്രകൃതിയൊക്കെ ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നായിരിക്കും. പക്ഷേ അന്ന് ഇവിടെ ഇതുപോലുള്ള കെട്ടിടങ്ങളോ സമുച്ചയങ്ങളോ പള്ളിയോ അമ്പലമോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ കട്ടപ്പന ടൗണും ആ കാണുന്ന പ്രസ്ഥാനങ്ങളും എല്ലാം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികർ വളരെ അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ ഈ കാട്ടുമൃഗങ്ങളോടും എന്ന് പറഞ്ഞാൽ ആനയും കാട്ടുപോത്തും കടുവയും സിംഹവും എല്ലാത്തരം മൃഗങ്ങളോടും അവർ പടവെട്ടി കഠിനാധ്വാനം ചെയ്താണ് ഇവിടെ വിജയിപ്പിച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ ഇന്നീ കാണുന്ന കട്ടപ്പന ടൗണും അതിനോട് ചേർന്നുള്ള പ്രസ്ഥാനങ്ങളും, കട്ടപ്പന മാത്രമല്ല ഹൈറേഞ്ചും മലയോര പ്രദേശങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഇന്നീ മലയോര പട്ടണങ്ങളെല്ലാം വന്നിരിക്കുന്നത് മനുഷ്യൻ്റെ അതികഠിനമായ പ്രയത്നം കൊണ്ട് മാത്രമാണ്.
ഏതാണ്ട് 1960 ആ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഇന്നിപ്പോൾ കാണുന്ന ടൗണായിട്ടിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഓലക്കെട്ടിടങ്ങളായിരുന്നു. ഓലക്കെട്ടിടങ്ങളിൽ സ്വർണ്ണക്കച്ചവടം വരെ ഉണ്ടായിരുന്നു എന്നുമാണ് പറയുന്നത്. സ്വർണ്ണക്കച്ചവടം എന്ന് പറഞ്ഞാൽ ചുവറ്റുപാത്രത്തിലൊക്കെ ആയിരുന്നു സൂക്ഷിച്ചു വെച്ചിരുന്നതെന്നൊക്കെ പറയുന്നത്. ഇവിടെ വന്ന് ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചാൽ മാത്രം പോരാ, ചില ആൾക്കാർക്ക് ഇതുപോലെ കണ്ടോ കുപ്പിയൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് പാറ കൂടി ഇട്ടിരിക്കുന്നു. ആരെങ്കിലും ഒക്കെ എങ്ങോട്ടെങ്കിലും ഒക്കെ നോക്കി വന്ന് ഇതിന്റെ മേളിൽ കയറി കൈയും കാലും മുറിഞ്ഞ് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും അല്ലേ. ഈ പാറയെ ഇവിടെ ഒരു അതിർത്തി തിരിച്ചിട്ടുണ്ട് കേട്ടോ, കോൺക്രീറ്റ് ഇട്ട് നടുക്കൂടെ ഒരു വരയിട്ട് വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു മഴ പെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ഈ പുല്ലെല്ലാം ഉണങ്ങിക്കരിഞ്ഞു പോയി തീയെല്ലാം കയറിയിട്ട് ചെറിയ പച്ചപ്പൊക്കെ ഇങ്ങനെ കയറി വരുന്നേ ഉള്ളേ. ഇതൊക്കെ പച്ചപ്പായി കഴിയുമ്പോഴാണ് കാണാൻ വളരെ ഭംഗിയായിരിക്കുക. ഈ കുരിശടി ഉണ്ടോ താഴെ തൊവരയാറ്റിലുള്ള പൊന്നിക്കോല പള്ളിയിലെ കുരിശടിയാണ്, പള്ളിയുടെ. അവര് ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ഇവിടെ മല കയറാൻ വരും. ഇവിടുന്ന് എങ്ങോട്ട് നോക്കിയാലും നമുക്ക് ഈ ഇടുക്കി ജലാശയത്തിന്റെ ഒരു കാഴ്ച വളരെ ഗംഭീരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് കണ്ടോ വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നുണ്ടോ, ഇതൊക്കെ ഇവിടെയാണോ കൊണ്ടുവരണ്ടേ? അവിടെയൊക്കെ കണ്ടോ വെയിലിന്റെ കാഠിന്യം കൊണ്ട് ചെറിയ കൃഷി രീതികളൊക്കെ നടത്തിയിട്ട് അതിന് വെയിലടിക്കാതിരിക്കാൻ നെറ്റ് കെട്ടിയിരിക്കുന്നതാണ് കാണുന്നത്. അധികം താമസിക്കാതെ ഇനിയിപ്പോൾ ഈ വെള്ളയാങ്കുടി ടൗണും കട്ടപ്പന ടൗണും കൂടെ ഒന്നാവും കേട്ടോ. കണ്ടോ അതിന് വലിയ ക്യാപ്പില്ല. ആ വലിയ കെട്ടിടമൊക്കെ കാണുന്നത് ഹൈ റേഞ്ച് ഹോം അപ്ലയൻസിൻ്റെ ആണ്. നമുക്കിവിടെ നോക്കുമ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സ്, കുന്തളംപാറ മല, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ദൂരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണത്തണ്ടിൽ വന്നു. ഈ പാറക്കെട്ടും ഇടുക്കി ജലാശയം, കട്ടപ്പന ടൗണ്, കുന്തളംപാറ, കാഞ്ചിയാറ്, ഏതെല്ലാം സ്ഥലങ്ങൾ ഈ ഒരു പോയിന്റ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അത്രയും മനോഹരമായൊരു സ്ഥലമാണ് ഈ കല്യാണത്തണ്ട് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നിന്ന് നമുക്ക് ചുറ്റുപാടുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ തിരിച്ചു പോകാം അല്ലേ. ഇച്ചിരി കൂടെ വൈകുന്നേരമാണ് വരുന്നതെങ്കിൽ നമുക്ക് സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റുമായിരുന്നേ. പക്ഷേ ഇപ്പോൾ സൺസെറ്റ് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ അല്ലേ ആയുള്ളൂ. ഒരു 2-2.5 മണിക്കൂറോടെ നമ്മളിവിടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ ഇതൊരു സംഭവം കാണാം കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ കൊടിമരം വെക്കുന്നതാണോ എന്താണെന്ന് ശരിക്കും എനിക്ക് തോന്നുന്നു അതാണെന്നാണ് തോന്നുന്നത്. കൊടിയൊക്കെ കുത്തി വെക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പം അമ്പലത്തിന് അവിടെ വേറൊരു കൊടിമരം കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് സർക്കാർ വല്ല പരിപാടി ഫോറസ്റ്റുകാർ ചെയ്തു വെച്ചിരിക്കുന്നതാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ടൊക്കെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇടുക്കി ജലാശയത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട്